ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. ഞാൻ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കുറച്ച് കറക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് പൂവാറിലെ ഒരു ഡേ ഔട്ടിന് വേണ്ടി പോയപ്പോഴത്തെ വീഡിയോസാണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ വന്നിട്ട് മെയിൻലാൻഡിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് ബോട്ട് റൈഡ് എടുത്തിട്ട് വേണം നമ്മുടെ റിസോർട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിരുന്നു. ഈ ഒരു ഐലൻഡ് കണ്ടോ, ആ ലാൻഡിൻ്റെ അപ്പുറത്ത് കടലാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, നമ്മൾ നേരെ റിസോർട്ടിലേക്ക് തന്നെയാണ് പോയത്. പൂവാർ ഐലൻഡ് റിസോർട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നു, വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ഇവിടെ രാവിലെ തന്നെ വന്നപ്പോൾ തന്നെ ചേച്ചിമാരൊക്കെ ചെടിയൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ഡെക്കോറും നമുക്ക് നല്ലൊരു വെൽക്കം ഒക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഒരു പൂൾ രാവിലെ 8 മണി മുതൽ എന്തോ ഓപ്പൺ ആയിരുന്നു. പക്ഷെ നമ്മളാരും അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല. കുറച്ച് ചൂടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ വിചാരിച്ചു ഒന്ന് നടക്കാൻ ഇറങ്ങാണ്. ഈ പ്രോപ്പർട്ടിയുടെ മെയിൻ അട്രാക്ഷൻസ് ഈ മരങ്ങൾ തന്നെയാണ്. ചൂടുണ്ടായാലും നമുക്ക് അത്യാവശ്യം നല്ല തണൽ തരുന്ന പാകത്തിന് കുറേ അധികം മരങ്ങളുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വാക്ക് വേയിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നടക്കുമ്പോൾ കുറേ അധികം ആനിമൽസ്, കുഞ്ഞു കുഞ്ഞു ആനിമൽസ്, ഇതുപോലെ കൊക്ക്, അതുപോലെ തന്നെ അണ്ണാൻ, അങ്ങനെ കുറച്ചധികം അനിമൽസ് ആൻഡ് ബേർഡ്സ് ഒക്കെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അതിനൊന്നും ആൾക്കാർ അങ്ങനെ പേടിയൊന്നുമില്ല. ഇവിടെ ഈ ചെടി നനയ്ക്കുന്ന ചേച്ചിയുടെ അടുത്ത് തലയും വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുക്കുകളുണ്ടായിരുന്നു അവിടെ ഇഷ്ടം പോലെ. പിന്നെ ഇത് വൈകുന്നേര സമയമായി. ഇത് കണ്ടോ, ഒരു പാറയുടെ മുകളിൽ ഒരു കുഞ്ഞു കോവിൽ, അതെനിക്ക് നല്ല രസമായിട്ട് തോന്നി. അതുപോലെ തന്നെ ആൾക്കാർ കുറേ ഇങ്ങനെ, ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, കുറേ റിസോർട്ട്സ് ഉണ്ട്. അവിടെ എല്ലാം ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഈ ബോട്ടുകളിലാണ്, ചെറിയ ചെറിയ ബോട്ടുകളിൽ. നല്ല രസമായിരുന്നു. വൈകുന്നേരത്തെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. സൂര്യനാവട്ടെ, ആ വെള്ളത്തിൻ്റെ അലകളാവട്ടെ, നമ്മൾ ബോട്ട് റൈഡിൽ എനിക്ക് തോന്നുന്നു ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ വെള്ളത്തിൽ കൂടി ഇതുപോലെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ചൂടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഓപ്പൺ ബോട്ടാണ് മിക്കതും. പക്ഷെ അല്ലാത്ത ഒരു ചെറിയ തണുപ്പൊക്കെ ഉള്ള രാവിലെയോ അല്ലെ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഇത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാൻ നേരത്ത് ഞാൻ വന്ദേ ഭാരത് കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്തതാട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.